പണി വല്ലതും ആയാ? പണി വരാനായിട്ടുണ്ട്. ഇച്ചിരി ദൂരെയാണ്, പക്ഷേ കുറച്ച് കാശിന്റെ പ്രശ്നമുണ്ട്. ആണാ? ഞാൻ ഇക്കാക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കും. എനിക്ക് വേണ്ടി കാത്തിരിക്കൂലേ? ഞാൻ കാത്തിരിക്കൂ കാക്ക. എനിക്ക് സമാധാനായി. കാണാം. 24 മണിക്കൂർ ഫോൺ നോക്കിയിരിക്കുന്നത് കല്യാണപ്രായമൊക്കെ ആയി. അതിനെപ്പറ്റി വല്ല ചിന്ത എങ്ങാനും ഉണ്ടാ? നമുക്കറിയാലോ ഞാൻ 1 വർഷമായിട്ട് ഒരു റിലേഷനിലാണെന്ന്. ആ ചെറുക്കന് വല്ല ജോലിയും കൂലിയും എങ്ങാനും ഉണ്ടാ? ഇപ്പൊ നിനക്കൊരു ആലോചന വന്നിട്ടുണ്ട്. ചെറുക്കൻ UK കാരനാണ്. മോളെ ജീവിതം ഒന്നേ ഉള്ളൂ. ആ UK കാരനെ കിട്ടി നിനക്ക് സുഖമായിട്ട് ചെന്ന് UK ജീവിക്കാലോ. എന്നാലും ഞാൻ ഇത്ര നാൾ അവനായിട്ട് പ്രേമത്തിലല്ലായിരുന്ന. അവന്റെ അടുത്ത് പോയി പണി നോക്കാൻ പറ. നീ നന്നായിട്ട് ഇരുത്തി ഒന്ന് ആലോചിക്ക്. ഞാൻ അവൻ എന്തും പറഞ്ഞ് ഒഴിവാക്കും. നീ എങ്ങനെയിലേക്ക് അവനെ ഒഴിവാക്ക്. എന്നാ ഞാൻ ഒഴിവാക്കും. എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്റെ ചക്കര മോള് 24 മണിക്കൂർ അവളായിട്ട് ചാറ്റ് ചെയ്തിട്ട് ഇരിക്കണാ. ഇപ്പൊ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് UK പോകാനായിട്ട്. എനിക്കിപ്പോ ഒരു നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. നീ അവിടെ അങ്ങോട്ട് വിടുക. എന്നിട്ട് ഒരു സാമ്പത്തികമുള്ള കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെയും കേട്ട് സുഖമായിട്ട് ജീവിക്കുക. നിനക്ക് UK പോകാൻ ഇപ്പൊ 2-3 ലക്ഷം രൂപ വേണം. അവളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാ? അത് എനിക്കറിയില്ല. അതാണ് ഉമ്മ പറഞ്ഞത്. നീ ഒരു സാമ്പത്തികമുള്ള കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സ്ത്രീധനം കിട്ടും. ആ സ്ത്രീധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് UK പോകാനുള്ള ക്യാഷ് റെഡിയാവും. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 വർഷം കഴിയുമ്പോൾ ജോലി എടുത്ത് അവളെ അങ്ങോട്ട് കൊണ്ടുപോകാല. അപ്പൊ സുഖമായിട്ട് ജീവിക്കുക. നീ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്ക്. അതെന്തെങ്കിലും ജോലി തേടി നാട് വിട്ട് പോവേണം, ഇപ്പൊ ഒന്നും വരണില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാൻ നോക്ക്. എന്നിട്ട് നീ സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. അങ്ങനെ തന്നെ ചെയ്യേ. എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യമാണ്? എടി, ഈ അടുത്തിടക്ക് അങ്ങനെ എനിക്ക് ജോലി കിട്ടുമെന്ന് തോന്നതാ. അതുകൊണ്ട് ഞാൻ നാട് വിട്ട് പോകാൻ ഒരു ജോലി അന്വേഷിച്ച്. നീ എനിക്ക് വേണ്ടി എനിക്ക് ജോലി കിട്ടുന്നവരെയും കാത്തിരിക്കാൻ പറ്റുമോ? ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം. അത് എത്ര വർഷമായാലും കുഴപ്പമില്ല, ഞാൻ കാത്തിരിക്കും. സമാധാനമായി. ചിലപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനായിട്ട് ഒരു 10, 15, 20 വർഷമൊക്കെ എടുക്കൂട്ടാ. അത് കുഴപ്പമില്ലേക്കാ. ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം. അത് എത്ര വർഷമായാലും കുഴപ്പമില്ല, കാത്തിരിക്കും. നമ്മൾ രണ്ടു തമ്മിൽ ഇനി ഒരു കോണ്ടാക്റ്റും വേണ്ടാ. നമ്മൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും വേണ്ട. ആ കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇക്കാരുടെ മനസ്സ് മാറി ഇങ്ങനെ തന്നെ തിരിച്ചു വരും. കാണാന്ന് എവിടെയും വെച്ച്. ശരി. ഞാൻ എന്താ ആലോചിച്ച് പറയുമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഒഴിവാക്കാനായിട്ട്. പിന്നെ കാത്തിരിക്കാൻ പോണം. 10-20 വർഷമായി. വയസ്സാം കാലത്ത് കല്യാണം കഴിച്ചിട്ട് എന്തിനാ കണ്ണൂത്തി കളിക്കാനാണ്? പോയി പണി നോക്കാൻ പറ. ഞാൻ UK കാരനെ കല്യാണം കഴിച്ച് UK പോകാൻ പോണേ. രക്ഷപ്പെട്ട്. അവളെന്നെ കോണ്ടാക്ട് വേണ്ടാന്ന് പറഞ്ഞത് നന്നായി. പിന്നെ വർഷങ്ങളോളം കാത്തിരിക്കുന്നു. അവള് മൂത്ത് മരിച്ച് കിളക്കൊക്കെ ആയിട്ട് അവിടെ നിന്നോളും. ഞാൻ നല്ല സാമ്പത്തികമുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് UK പോയി ഫുൾ സെറ്റിൽ ആവും. ഒഴിവാക്കിയല്ലേ? നിനക്കൊരു സാമ്പത്തികമുള്ള വീട്ടിൽ നിന്ന് കല്യാണ ആലോചന വന്നിട്ടുണ്ട്. മുള്ളംകുഴിന്നാ. അയ്യോ അത് അവളുടെ വീട് അവിടെ അടുത്താണ്. അത് സാരമൊന്നുമില്ല. നീ ഇത്തിരി മേക്കപ്പ് കൂടുതലിട്ട് ചെന്നാൽ മതിയെന്നെ. ആരും തിരിച്ചറിയാൻ പോകുന്നു. മതി. ഞങ്ങളുടെ ഇവിടെ മോളെ പെണ്ണാണോ വന്നത്? മറ്റേ UK അതന്നെ കാണാൻ വേണ്ടി വന്നേക്കണേ. ആണാ? നീ വേഗം വെള്ളം എടുത്തോട്ടെ. ഞാൻ വേഗം വരാം. എടി നീയാ?